നാരിയ സലാത്ത് ചൊല്ലണ്ട, കമാലിയ ചൊല്ലണ്ട, താജുസ്സലാത്ത് ചൊല്ലണ്ട. അങ്ങനെ കുറെ സലാത്തുകൾ ഉണ്ടല്ലോ ഇവർക്ക്. അത് ഇസ്ലാമിലുള്ള സലാത്തല്ല. ഇതാണ് മുജാഹിദുകൾ പറയുന്നത്. അതേപോലെ ഇവർക്ക് കുറെ ദിക്റുണ്ട്. അത് റസൂലുള്ളാഹിക്ക് പരിചയമുള്ള ദിക്റല്ല, സ്വഹാബത്തിന് പരിചയമുള്ള ദിക്റല്ല. ഇവരുടെ ദിക്ർ എന്താണ്? ലാ 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 ദിക്ർ. പിന്നെയോ അല്ല അല്ല ഭ്രാന്തൻ ദിക്ർ, ഇല്ല ഇല്ല. പിന്നെ മൂലയന്മാരൊക്കെ കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് എത്ര വട്ടം? 313 വട്ടേ. ഇതാണ് ചൊല്ലിയ എങ്ങനെ ഉണ്ടാവും? പിന്നെ അടുത്ത ദിക്ർ എന്താ? ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ, ലാ നാക്ക ഇല്ലല്ലാ, ലാ പല്ല ഇല്ലല്ലാ. അറബി തന്നെ ചൊല്ലിത്തരാം. ഇത് മൗലൂദ് കിതാബാ. തമിഴനുണ്ടാക്കിയ മൗലൂദൊന്നുമല്ല, തമിഴന്റെ മൗലൂദല്ല. ഇത് കാന്തപുരം മർക്കസിലെ, പറഞ്ഞുതരാം, കാന്തപുരത്തിന്റെ മർക്കസിലെ ഏറ്റവും വലിയ മൗലിദ് കിതാബ് 366 വക. ഈ 366 വക മുജാഹിദ് അടിച്ചോന്നുമല്ല. ധാരാ പ്രകാശനം ചെയ്യുന്നത് കേട്ടോളൂ. മൗലിദ് കിതാബ് മർക്കസ് മുദരിസ് അബ്ദുൽ അസീസ് സഖാഫി KVK ബുഖാരിക്ക് നൽകി പ്രകാശനം ചെയ്യുന്നു. അപ്പോ ബുഖാരിക്ക് നൽകിയിട്ട് പ്രകാശനം ചെയ്തതാണ് മർക്കസിലെ ഉസ്താദ് സഖാഫി. ഇതിലത്തെ ഒരു ദിക്ർ കേട്ടോളീൻ. കുറച്ച് ക്ഷമിച്ചിരിക്കുക. എന്താണെന്നറിയോ, ഇനിയുണ്ട് കുറെ ക്ലിപ്പ് കാണിക്കാൻ. ഡിസ്കോ ദിക്റൊക്കെ ഉണ്ട് വരാൻ പോകുന്നത്. അപ്പൊ അതിന്റെ കൊമ്പ് തോന്നാണ് ചൊല്ലിത്തരാ. എന്താണെന്നറിയോ, എന്താ ഇതിൽ കാരണം? വീരാനൗലിയപ്പാപ്പാട് ദിക്റ. അൻതല്ലദീ അല്ലംതനാ ലാ ഐന ഇല്ലല്ലാഹ്, അൻതല്ലദീ അല്ലംതനാ ലാ അൻഫ ഇല്ലല്ലാഹ്, അൻതല്ലദീ അല്ലംതനാ ലാ ഉദുന ഇല്ലല്ലാഹ്, അൻതല്ലദീ അല്ലംതനാ ലാ സംഅ ഇല്ലല്ലാഹ്. ഈ കുറേ പോന്നാൽ അൻതല്ലദീ അല്ലംതനാ ലാ ബത്ന ഇല്ലല്ലാഹ്, അൻതല്ലദീ അല്ലംതനാ ലാ ലിസാന ഇല്ലല്ലാഹ്, അൻതല്ലദീ അല്ലംതനാ ലാ ശജറ ഇല്ലല്ലാഹ്, അൻതല്ലദീ അല്ലംതനാ ലാ ഹജറ ഇല്ലല്ലാഹ്. എത്രയാണ് എന്താ ഈ പറഞ്ഞത്? അതിന്റെ പരിഭാഷയാണ്. ഈ അറബി വായിച്ചിട്ട് തീരുകയില്ലെങ്കിൽ അതിന്റെ പരിഭാഷ എന്ന് കേട്ടോളി. എന്താണ് പരിഭാഷയിൽ അർത്ഥം കൊടുത്തത്? പരിഭാഷയിൽ പറയുന്നു, കൃത്യമായിട്ട് കാണാം. ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ, ലാ കയ്യ ഇല്ലല്ലാ, ലാ കാല ഇല്ലല്ലാ, ലാ ഖൽബ ഇല്ലല്ലാ, ലാ പള്ള ഇല്ലല്ലാ, ലാ ശജറ ഇല്ലല്ലാ, ലാ ഹജറ ഇല്ലല്ലാ, ലാ ഇൻസ ഇല്ലല്ലാ. ആ ഉച്ചയിലിഞ്ഞ് ഇവിടെ വേറെ വരും. അപ്പൊ ഇതൊക്കെ മൂപ്പര ദിക്റ. അങ്ങനെ ഒരാളെടുത്ത് ചെന്ന് നോക്കുമ്പോ അയാൾ മുച്ചീട്ട് കളിക്കുകയാണ്. മുച്ചീട്ട് കളിക്കുമ്പോ അയാൾക്ക് വീരാനൗലിയപ്പാപ്പ ചൊല്ലിക്കൊടുത്ത ദിക്ർ ലാ മുച്ചീട്ട ഇല്ലല്ലാ. അപ്പൊ ഒരാളിങ്ങനെ ചുമക്കണ്, കൊരക്കുക എന്നറിയും ഞങ്ങളുടെ നാട്ടിൽ. പട്ടിയല്ല, മനുഷ്യനെ കൊരക്കുകയാണ്. അപ്പൊ അയാൾ കൊര മാറാൻ എന്താ ദിക്ർ? കൊര മാറാനുള്ള ദിക്ർ ലാ കുര ഇല്ലല്ലാ. എത്ര വട്ടം? ലാ കുര ഇല്ലല്ലാ എത്ര വട്ടാണ്? എത്ര വട്ടാന്നറിയോ? 10,000 വട്ടം. ലാ കാത ഇല്ലല്ലാ 10,000. ലാ നാക്ക ഇല്ലല്ലാ 1,00,000 വട്ടം. ലാ പുക്കള ഇല്ലല്ലാ 6,00,000. ലാ തലവല വാല ഇല്ലല്ലാ 1,00,000. ഇത് നിങ്ങളെ ദിക്റല്ലേ? നിങ്ങൾ പ്രകാശനം ചെയ്ത പുസ്തകല്ലേ? ഈ ദിക്ർ ചൊല്ലാത്തീനാ ഞങ്ങളെ ദിക്ർ വിരോധികൾ എന്ന് പറയുന്നത്? തീർന്നില്ല. നീ ഭരിക്കേണ്ട ഒരു ആടിയിട്ടുള്ള ഒരു ദിക്ർ. അതിനാ ഞാൻ ഡിസ്കോ ദിക്ർ എന്ന് പറഞ്ഞത്. ഇരുന്നാണ്ട് ജതുബളകണ കുറെ ദിക്റുണ്ട്. ആകെ മനുഷ്യനെ അജബാക്കി കളയുന്ന ദിക്ർ. ഇത് മുജാഹിദുകൾ അംഗീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ പരിചയമല്ല. ഇതാ പറഞ്ഞതെന്ത്? നിങ്ങളും നിങ്ങളുടെ പിതാക്കളും കേൾക്കാത്ത ചില വർത്തമാനങ്ങളുമായിട്ട് ചില കള്ളന്മാര് രംഗത്ത് വരുമ്പോ
നിങ്ങളവരെ സൂക്ഷിക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂലിനോ സഹാബത്തിനോ ലാ കണ്ണ ഇല്ലല്ലാ ലാ ഐന ഇല്ലല്ലാ പരിചയമല്ല, ആടി ദിക്ർ പരിചയമല്ല, ഇല്ലല്ലാഹ് വിളിച്ച് അലറുന്ന ദിക്ർ പരിചയമില്ല എങ്കിൽ ഇവരുടെ തന്നെ ഹോജാക്കന്മാരുടെ ചില ആട്ട ദിക്റുകള്, പാറ്റക്കഴിങ്ങനെ ആട്ടം പിടിച്ചില്ല ഒരു മൊയ്ലാന്മാരിങ്ങനെ ആടുക. കഴുങ്ങ് കണ്ടിട്ടില്ല നിങ്ങള്? എങ്ങനെ നീണ്ടു പോയിട്ട് ആട്ടം പിടിച്ചാണ്ട് അതിന് ആട്ടം എന്നമാതിരി ആടിയിട്ടാണ് ആകെ അങ്ങോട്ട് തകർത്താടുകയാണ് സ്റ്റേജിൽ. കേട്ടോളി നിങ്ങൾ ആ ദിക്റിന്റെ ഡിസ്കോ ദിക്റിന്റെ ചില മോഡലുകൾ കൂടി കേട്ടിട്ട് അതുകൂടി ഒന്ന് വിലയിരുത്താറുണ്ട്. عزك دائم ملكك دائم 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 عزك دائم ملكك عزك دائم يا الله لا إله إلا 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 الله 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 لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم 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 حي يا قيوم. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് പുറക്കത് ഒരാള് ദുആ ചെയ്തപ്പോ പറഞ്ഞു, നിങ്ങൾ പൊട്ടനെയല്ല ചെകിട് പൊട്ടനെയല്ല വിളിക്കണത് അള്ളാനെയാണ്. ഇവര് ദിക്ർ കേട്ടിട്ടുണ്ടെങ്കിൽ പരിസരത്തൊക്കെ മനുഷ്യനോ പശുക്കളോ ആടൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ ഓടിപ്പോകും. കാരണം ഐറ്റങ്ങൾക്ക് ഇവരെ കാണാൻ ബുദ്ധിയുണ്ട്. ഇതാണ് ഖുർആൻ പറഞ്ഞത്, ഉലായിക്കൽ അന്നാം, ഇവര് നാക്കാലികളെ പോലെയാണ്. നാക്കാലിനെ പറഞ്ഞ ഇതിന് വിഷമാവും വിചാരിച്ചു, ബൽഹും അവല്, അതിനേക്കാൾ മോശാണ്. ഇവര് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുക. ഇവരാണോ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന സ്വലാത്ത് നഗറിലെ തങ്ങന്മാര്? ആ തങ്ങന്മാര് ഇത് പറയുമ്പോ പറയും, ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല. നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇതിന് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആൾക്കാരൊക്കെന്നറിയോ? ഈ പൂരത്തെറിയില്ലേ, ഈ നാടകല്ലേ, ഈ നൃത്തനൃത്യങ്ങളില്ലേ, ഈ ഡിസ്കോ ഇല്ലേ, ഈ പ്രാർത്ഥന അല്ലേ, ഇതിനൊക്കെ അംഗീകാരം കൊടുത്ത നിങ്ങളുടെ നേതാക്കന്മാരെ ജീവനോടെ ഇതിൽ കാണിക്കുന്നുണ്ട്. കാണുക നിങ്ങൾ. ആരൊക്കെയാ? കാന്തപുരണ്ട്, കാന്തപുരത്തിന്റെ പുതിയാപ്പുള സി മുഹമ്മദ് ഫൈസി ഉണ്ട്, പാറന്നൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാരുണ്ട്. എല്ലാം നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ ആ സിഡിയിൽ തന്നെ ഇതിന് അഭിവാദ്യം അർപ്പിച്ച നേതാക്കന്മാരാണ്. ഇവരുടെ ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ തോന്നിയാസം ഇതാണോ നിങ്ങളുടെ ദിക്ർ? ഇതാണോ ഇസ്ലാം? എന്നിട്ട് സലാത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് ഇവര് ഗ്രൗണ്ടിൽക്കാ ജനങ്ങളെ വിളിക്കുന്നത്. ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ വളരെ വിനയത്തോടു കൂടി ചോദിക്കട്ടെ, റസൂലുള്ളാഹിയുടെ കാലത്ത് ഏത് ഗ്രൗണ്ടിലേക്കാണ് സലാത്ത് ചെല്ലാൻ വേണ്ടി ആണും പെണ്ണും പോയത്? നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? നിങ്ങൾ ചോദിക്കലുണ്ടല്ലോ, റസൂലുള്ളാഹിയുടെ കാലത്ത് ഏത് പെണ്ണിലേക്ക് ഏത് പെണ്ണാ പോയത്? ഞങ്ങൾക്ക് ഒരുപാട് തെളിവുണ്ട്. അള്ളാഹുയുടെ റസൂലിന്റെ കാലത്ത് ആയിഷ ബീവി ഏത് മൈതാനത്തേക്കാ സലാത്ത് ചെല്ലാൻ പോയത്? അബൂബക്കർ സിദ്ദീഖ് ഏത് മൈതാനത്തേക്കാ സലാത്ത് ചെല്ലാൻ പോയത്? 27 രാവിലോ അല്ലാത്തതോ ആവട്ടെ, ഏത് രാത്രിയിലാ പോയത്? സ്വലാത്ത് ചെല്ലാൻ വേണ്ടി ആണും പെണ്ണൊക്കെ പാടത്ത്. എന്നിട്ട് ലക്ഷങ്ങൾ പങ്കെടുത്തു. മക്കയും മദീനയും കഴിഞ്ഞാല് മൂന്നാമത്തെ വലിയ സ്ഥലമാണ് ഇത്രേ. കോണോമ്പാറയും മുട്ടിപ്പടിയൊക്കെ സലാത്ത് നഗർ അല്ലേ? എന്നിട്ട്